കൂൺ എങ്ങനെയുണ്ട്? സൂപ്പർ. ഉറങ്ങി ഇരിക്കുകയാണ്. ഇല്ല. അമ്മോ, അമ്മേ, പറഞ്ഞ സാധനം തന്നെ വാങ്ങിയിട്ടുണ്ട്. ഓ അടിപൊളി. കറക്റ്റ്. ഞാൻ ഈ നെയ്യോടെ വേണം എന്ന് പറഞ്ഞു. വാ വാ വാ, സൂപ്പർ സൂപ്പർ സൂപ്പർ. അമ്മായി, എനിക്ക് ആ ഉരുളി ഒന്ന് എടുത്തരോ? ഈ വന്നപ്പോഴേ അതെല്ലാം എവിടെ കൊണ്ട് വെക്കണോന്ന് അറിഞ്ഞൂടെ? ആ ഓർമ്മ മറന്നു, ചില സമയത്ത് മറന്നു. എന്തുകൊണ്ട്? മറവിയുള്ളത് കൊണ്ട്. എനിക്കാണ് ഇവിടെ മറവിയുള്ളത്. ചില മുല്ല പൂമ്പൊടി ഏറ്റെടുക്കാൻ കല്ലിനും ഉണ്ട് ഒരു സൗരഭ്യം. ഉണ്ട് സൗരഭ്യം. അമ്മയുടെ കൂടെ അല്ലേ? അതുകൊണ്ട് എന്നെ വെച്ചോ അങ്ങോട്ട്. എന്നോട് ഇരിക്കണോണ്ടാണ്. എനിക്ക് മറവിയായി പോയി. അമ്മയുടെ കൂടെ നിക്കണോണ്ട്. എടി മിടുക്കി, നീ കൊള്ളാലോ. എന്താ കറക്റ്റാ പറഞ്ഞ. ഇനി വേറെ എന്തെങ്കിലും ആയാലും പറയും. അമ്മയുടെ കൂടെ നിക്കണം. അതാ പറഞ്ഞ, മുല്ല പൂമ്പൊടി ഏറ്റി കിടക്കും, കല്ലിനും ഉണ്ടൊരു സൗരഭ്യം. അതെ. ഇതെവിടെ വെച്ചോ. ഞാൻ പോട്ടോ. പിന്നെ എന്താ ചെയ്യേണ്ടത്? വെളുത്തുള്ളി മാത്രം, 2 സവാള. ശരി, ഞാൻ അങ്ങോട്ട് പോണേ. ഓക്കേ. എവിടെയായിരുന്നു? പഠിക്കുവായിരുന്നു. അയ്യോ മാളു, ആ പട്ടയും ഗ്രാമ്പു ഏലക്കയൊക്കെ ഒന്ന് എടുത്തോണ്ട് വന്നേ മാളു. പട്ട, ഗ്രാമ്പു, ഏലക്ക. ഇട്ടോ. ഫുള്ള് ഇട്ടെ. ഞാൻ സ്പൂൺ എടുത്തില്ല മാളു. എന്തിന്? ഇളക്കാനോ? മാളു മൂടിയെടുത്ത മാളു. നീ ഒരു കാര്യം ചെയ്യ്, സ്നാക്സ് എടുത്തുണ്ടോ? കഴിച്ചു നോക്ക് അമ്മായി. മുളകൊക്കെ വെച്ച് തേച്ചല്ലേ? മനസ്സിലായി. രാവിലെ ഇട്ടോളൂ. എനിക്ക് പച്ചമുളക് കടിക്കാൻ വേണ്ടി എടുത്തത്. കടിക്കല്ലേ. നല്ലൊരു ബ്രൗൺ ഷുഗർ. യെസ്. ഇനിയുണ്ടോ?
കറുത്തില്ലേ? കറുക്കാൻ വേണ്ടിയായിരുന്നു. തെറിപ്പിക്കല്ലേ, പൊള്ളിയതാ. പഞ്ചസാരയാണ്, ഒട്ടി അങ്ങ് കയറി പിടിക്കും. പഞ്ചസാര ഇട്ട് കാരമലൈസ് ചെയ്യാൻ നമുക്കൊരു ബ്രൗൺ കളർ കിട്ടും. അത് എന്നാൽ തന്നെ നീട്ട് ഇളക്കിയാൽ മതി, അത് ഉരുകിപ്പോയിക്കോളും. നമുക്ക് പൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഇത്തിരി റെസ്റ്റ് കൊടുക്കണം അതിന്, മനസ്സിലായോ? ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ അത് വെന്തോണ്ടേ ഇരിക്കത്തുള്ളൂ, മുരിയത്തില്ല. തീയില്ല. മാളു, ഞാൻ അവിടെ മഷ്റൂം എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കഴുകി എടുത്തോണ്ടോ. അമ്മായി, അന്നത്ത് വെള്ളം എടുത്തോണ്ട് വരോ. അവിടെ വെച്ചു. വെള്ളം വേണ്ട, വെള്ളമൊക്കെ ഒഴിക്കും. അതല്ല അമ്മേനോട് വെള്ളം എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഓക്കെ, അടച്ചു വെച്ചിട്ട് വാ. എനിക്ക് അമ്മായിയുടെ ആ നിഷ്കളങ്കമായ ചോദ്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു മാളു. എന്ത് ബിസ്ക്കറ്റ്, കുരുമുളക് എരിവൊക്കെ ഉള്ളതാണോ? കട്ടൻ എടുത്താണ്. ബിസ്ക്കറ്റ് അപ്പുറത്തോട്ട് വെച്ചോ, അത് ചായ അപ്പുറത്തോട്ട് വെച്ചോ. ന്യൂ ഇയർ ആയിട്ട് ഒരു ആവേശമൊന്നുമില്ലല്ലേ മാളു? എന്താ കാര്യമെന്നറിയോ? എന്താ പടക്കം പൊട്ടിക്കലില്ലാതാ. ഇപ്പൊ അന്തരീക്ഷം മലിനമാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിക്കുന്നവരെ പിടിച്ചോണ്ടോ. പ്രത്യേകിച്ച് അടുത്ത് പോട്ടും കൂടി
കഴിഞ്ഞ അമ്മായി നമ്മുടെ ആഘോഷമൊക്കെ. നമുക്ക് ഇവിടുന്ന് എവിടെയെങ്കിലും വീട് മാറി പോവാ. മാളു പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വീട് മാറി പോവാം. അയ്യോ കടുപ്പ് ഒത്തിരി കൂടിപ്പോയല്ലേ? കുടിച്ചില്ല. ഞാൻ ബിസ്ക്കറ്റ് മുക്കാൻ വേണ്ടി മാത്രമാണ് തേയില ഒഴിച്ചത്. കുടിക്കും. ഇവിടെ വെച്ചോ വെച്ചോ. ബിസ്ക്കറ്റ് തിന്നിട്ട് കുടിച്ചപ്പോഴും മധുരമില്ല. മധുരമില്ല. നീ അതിന് മധുരം ഇല്ലായിരുന്നു. അപ്പം നിനക്ക് കുടിച്ചപ്പോൾ മധുരം തോന്നിയാ? നല്ല ഭംഗിയില്ലേ? മാളു ഇതെടുത്തോണ്ട് വരുമോ? ഇപ്പൊ വേണ്ട, ഞാൻ എടുത്തോളാം. വെളുത്ത എള്ളേ ലാസ്റ്റ് ഇട്ടാൽ മതി. അടച്ചിട്ടല്ലേ അത് വേവും? ഇനി ഇത് സംഭവം വെന്ത് കൂൺ പെട്ടെന്ന് വേവും. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഞാനിത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടൊക്കെ വരാം. നിങ്ങൾ ടേബിൾ സെറ്റ് ചെയ്തു. ഓക്കെ ഓക്കെ ബൈ ബൈ. അത്രയും മതിയാ? ഒരു മതി, മതി, മതി. ഒരു വേണ്ട, കഷ്ണം വേണ്ട, വേണ്ട. കൂണ്. വേണ്ട, ഇത് മതി. കൂണാണത്. മതി ഇത് എനിക്ക്. കൂണ് പീസ്. ബ്രെഡ് എടുത്തോ അമ്മായി? എങ്ങനെയുണ്ട്? എനിക്ക് എന്തായാലും ജെല്ല് പോലെ ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഗ്രേവി ഇല്ലാണ്ടായി പോയി നമ്മളും ബ്രെഡ് കഴിക്കാനായിട്ട്. കൂൺ എങ്ങനെയുണ്ട്? സൂപ്പർ. എവിടുന്നേ പോന്നു? പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്ന് ഓരോ കൊച്ച. അവിടെ പണി തുടങ്ങി തോന്നാം. എന്തൊരു ഒച്ചപ്പാടും വേളോ. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഭയങ്കര ബുദ്ധിമുട്ട് വച്ച. ഈ ഉറക്കില്ലാതെ ഒന്ന് പണിയെടുക്കുന്നത് സമ്മതിക്കണം. അവർക്ക് പറയുമ്പോൾ രാവിലെ കിടന്ന് ഉറങ്ങായിരിക്കും അല്ലേ? ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ടില്ല.
12 മണി ആവട്ടല്ലേ. എന്നാൽ നേരത്തെ പറഞ്ഞേക്കാം അമ്മായി. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. കൂട് സൂപ്പർ അല്ലേ മാളു? പൂച്ചകളെ ഒന്നും കാണാനില്ല. എന്തിനാ പൂജ കൊടുക്കാനാ? ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഹാപ്പി ഇയർ. ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ അമ്മായി. ഹാപ്പി ന്യൂ ഇയർ.